നമസ്കാരം. സാക്ഷിക്ക് എന്താ കൊമ്പുണ്ടോ? അതുപോലെ ചെന്നിത്തലയ്ക്ക് എന്താ കൊമ്പുണ്ടോ? അഥവാ കൊമ്പും തുമ്പിക്കോയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് കയ്യിലിരിക്കട്ടെ. പറഞ്ഞു വരുന്നത് രമേശ് ചെന്നിത്തലയെ മന്ത്രി കസേരയ്ക്കായി കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളെ കുറിച്ചാണ്. തൈപ്പൂയമെങ്കിൽ തൈപ്പൂയം, കാവടിയെങ്കിൽ അവിടെ ഒരു കാവടി. അതായത് ഉത്തമ ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും. കഴിഞ്ഞ കുറച്ചു നാളായി മുൻ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തലയ്ക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ. അത് ആ മുഖ്യമന്ത്രി കസേരയാണ്. കളത്തിലിറങ്ങി ചെസ് കളിക്കുമ്പോൾ കരുക്കൾ നീക്കുന്നത് വളരെ കരുതലോടെ വേണം. അങ്ങനെ തന്നെയാണ് മുഖ്യമന്ത്രി കസേരയ്ക്കായുള്ള ചെന്നിത്തലയുടെ കരുനീക്കവും. ഓരോ കരുക്കളും നീക്കുന്നതിനിടയിൽ ചതി ഒളിഞ്ഞു കിടപ്പുണ്ടോ, അതായത് വി ഡി സതീശൻ വയ്ക്കുന്ന പാര എന്തെങ്കിലും ഉണ്ടോ എന്ന് ശ്രദ്ധിച്ചാണ് പ്രവർത്തിക്കുക. വി ഡി സതീശൻ പള്ളിക്കാരെയും പട്ടക്കാരെയും കാണാൻ ഇറങ്ങി തിരിച്ചപ്പോൾ ചെന്നിത്തലയാകട്ടെ ഉടക്കി നിന്ന NSSനെ നൈസായിട്ട് അങ്ങ് വരുതിയിലാക്കി. സുകുമാരൻ നായരെ അങ്ങ് കുപ്പിയിലിറക്കി. പിന്നെ ചെന്നിത്തല NSSന്റെ സ്വന്തം ആളായി. ഇപ്പോൾ അതാ കാവടിയെടുത്ത് വാർത്തകൾ നിറയുകയാണ് ചെന്നിത്തല. ചെന്നിത്തലയുടെ ഈ ഭക്തി ലൈൻ തിരഞ്ഞെടുത്തത് അടുത്ത തിരഞ്ഞെടുപ്പ് കണ്ടുള്ള വെറും പ്രകടനം മാത്രമാണ്. ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ തൈപ്പൂയ മഹോത്സവത്തിൽ കാവടി എടുത്തിരിക്കുകയാണ്. പുലർച്ചെ 2-ന് മേൽശാന്തി മഠത്തിൽ നിന്നും എണ്ണക്കാവടിയാണ് രമേശ് ചെന്നിത്തല എടുത്തത്. വെള്ളം മുണ്ടെടുത്ത് വെള്ള നേരിയത് പുതച്ചാണ് ചെന്നിത്തല കാവടി എടുക്കാനെത്തിയത്. ക്ഷേത്രത്തിൽ കാവടിയെടുക്കാനെത്തിയ ആയിരങ്ങൾ കാവി ധരിച്ച് കാവടിയെടുത്തപ്പോഴാണ് ആചാരങ്ങളോട് വിമുഖത കാട്ടിയിരിക്കുന്നത്. ചെന്നിത്തലയ്ക്ക് കൊമ്പോ തുമ്പിക്കയോ ഉണ്ടെങ്കിൽ അതങ്ങ് ക്ഷേത്രത്തിന് പുറത്തു വെക്കണം. ചുറ്റമ്പലത്തിനകത്ത് പണക്കാരനും പാവപ്പെട്ടവനും എല്ലാം ഒരുപോലെയാണ്. അതിന് ഏത് മുൻ പ്രതിപക്ഷ നേതാവായാലും. തൈപ്പൂയ മഹോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രോപദേശക സമിതിയും ദേവസ്വം ബോർഡും തന്ത്രിമാരും ആചാര്യന്മാരും നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ കാവ്യ വസ്ത്രം വേണമെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. ഈ നിർദ്ദേശം നിലനിൽക്കുമ്പോഴാണ് ചെന്നിത്തലയുടെ കാവ്യ വസ്ത്രം ധരിക്കാതെ വെള്ളമുണ്ട് ധരിച്ചെത്തിയത്. വൃദ്ധസമയത്ത് സന്യാസ തുല്യമായ ജീവിതം നയിക്കണമെന്നതിനാൽ ശരീരം കൊണ്ട് മനസ്സുകൊണ്ട് ബ്രഹ്മചര്യ വ്രതം അനുഷ്ഠിക്കണമെന്നും കാവ്യ ധരിക്കണമെന്നുമാണ് തന്ത്രിമാരുടെ നിർദ്ദേശങ്ങൾ പറയുന്നത്. എന്നാൽ മറ്റാരെയോ തൃപ്തിപ്പെടുത്താനെന്ന മട്ടിലാണ് ചെന്നിത്തലയുടെ ഈ കാവ്യ ഒഴിവാക്കൽ എന്നാണ് ഭക്തർ പറയുന്നത്. പ്രഹസനം കാട്ടേണ്ട ഇടമല്ല ക്ഷേത്രമെന്നും അവർ പറയുന്നുണ്ട്. പ്രഹസനം കാണിക്കാനുള്ള ഇടമല്ല ക്ഷേത്രമുറ്റം. ഇത്തരത്തിലുള്ള പ്രഹസനങ്ങൾ കോൺഗ്രസ്സുകാരെ തൃപ്തിപ്പെടുത്താനാണെങ്കിൽ ആ നാടകം അങ്ങ് കയ്യിലിരിക്കട്ടെ മുൻ പ്രതിപക്ഷ നേതാവെ. കേരളം വിട്ടാൽ അങ്ങേക്ക് ഈ കാവ്യ അലർജി ബാധകമല്ല എന്നാ തോന്നുന്നത്. വല്ലവന് പുല്ലും ആയുധം എന്നതുപോലെ ചെന്നിത്തലയ്ക്ക് കാവടിയും ഒരു ആയുധം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.